പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന് ശേഷം ധൃതരാഷ്ട്രരുടെ ആജ്ഞ അനുസരിച്ച് പാഞ്ചാലിയും പാണ്ഡവരും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. പാണ്ഡവർ പോയ ഉടനെ ദുര്യോധന ദുശാസനാദികൾ കർണനെയും ശകുനിയെയും കൂട്ടി ധൃതരാഷ്ട്രരുടെ അടുക്കൽ ചെന്നു. ദുര്യോധനൻ തൻ്റെ പിതാവിനോട് പറഞ്ഞു, പാണ്ഡവർ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് നോവിച്ചുവിട്ട സർപ്പങ്ങളെപ്പോലെയാണ്. അവർ പ്രതികാരം ചെയ്യാതിരിക്കില്ല. മാത്രമല്ല, ദ്രൗപദിയെ അപമാനിച്ചത് അവർ ഒരിക്കലും ക്ഷമിക്കുകയുമില്ല. അതിന് ഞാനെന്ത് ചെയ്യണം എന്ന ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിന് ശകുനിയാണ് ഉത്തരം നൽകിയത്. അതിന് വഴിയുണ്ട്. ഒരിക്കൽ കൂടി അവരെ ചൂത് കളിക്കാൻ അങ്ങ് ക്ഷണിക്കണം. എന്നിട്ട് ഇത്തവണ തോറ്റാൽ 12 വർഷത്തെ വനവാസവും 1 കൊല്ലത്തെ അജ്ഞാതവാസവും അവർ ചെയ്യേണ്ടതാണെന്ന് പറയണം. അജ്ഞാതവാസത്തിനിടയ്ക്ക് അവരെ കണ്ടുപിടിക്കാനായാൽ വീണ്ടും 12 വർഷക്കാലത്തെ വനവാസം. അപ്പോൾ ആയുഷ്കാലം മുഴുവൻ അവർക്ക് വനത്തിൽ തന്നെ കഴിയേണ്ടി വരും. നമുക്ക് പേടിക്കുകയും വേണ്ട. ശകുനിയുടെ കുതന്ത്രങ്ങൾ പുത്രനായ ദുര്യോധനന് വേണ്ടി സ്വീകരിക്കേണ്ടി വന്ന ധൃതരാഷ്ട്രർ പാണ്ഡവന്മാരെ വീണ്ടും ചൂതുകളിക്ക് തിരികെ വിളിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഭീഷ്മ പിതാമഹനും വിതുരരും മറ്റു ഗുരുജനങ്ങളും എന്നുവേണ്ട ഗാന്ധാരി പോലും ആ ശ്രമത്തിൽ നിന്ന് ധൃതരാഷ്ട്രരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ധൃതരാഷ്ട്ര കൽപ്പന പ്രകാരം ചൂതുകളിക്ക് വീണ്ടും എത്തിയ പാണ്ഡവരോട് കളിയുടെ വ്യവസ്ഥകളെല്ലാം ശകുനി തന്നെ പറഞ്ഞു മനസ്സിലാക്കി. പകിട വീണ്ടും ഉരുളാൻ തുടങ്ങി. തോൽവി സമ്മതിക്കാൻ യുധിഷ്ഠിരന് ഏറെ സമയം വേണ്ടി വന്നില്ല. കൗരവരുടെ പരിഹാസവാക്കുകളും നീചമായ ആക്ഷേപങ്ങളും കേട്ട് പാണ്ഡവർ ദ്രൗപദിയുമൊത്ത് നിബന്ധന പ്രകാരം 12 വർഷത്തെ വനവാസത്തിനും തുടർന്നുള്ള അജ്ഞാതവാസത്തിനും പുറപ്പെടാനുള്ള ഒരുക്കമായി. ഭീഷ്മർ, വിതുരർ, ധൃതരാഷ്ട്രർ മറ്റു ഗുരുജനങ്ങളോടെല്ലാം പാണ്ഡവർ യാത്ര ചോദിച്ചു. കുന്തി തൻ്റെയും പത്നിയുടെയും പരിചരണത്തിൽ തൻ്റെ കൂടെ തന്നെ കഴിയട്ടെ എന്ന വിതുരരുടെ അഭിപ്രായം അവർ ശരിവെച്ചു. മാന്തോലെടുത്ത് പാണ്ഡവരും അഴിച്ചിട്ട കൂന്തലും ഒറ്റ വസ്ത്രവുമായി പാഞ്ചാലിയും വനവാസത്തിന് നടന്നു നീങ്ങുന്ന കാഴ്ച തികച്ചും ഹൃദയഭേദകമായിരുന്നു. ഹസ്തിനപുരത്തെ പ്രജകൾ ആ കാഴ്ച കണ്ട് തേങ്ങിക്കരഞ്ഞു.